കണ്ണുകൾ കഥ പറയുമ്പോൾ എ സസ്പെൻസ് ത്രില്ലർ ഭാഗം 15. ബാക്ക് ടു ദ പോയിന്റ്. റോഷ, നീ പറഞ്ഞത് ശരിയാ. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെയുമുണ്ട്. അപ്പോൾ ഇതേതോ മതവുമായി ചുറ്റിപ്പറ്റി കിടക്കുകയാണ്. റോഷൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളൊക്കെ എത്തിയോ? പ്രകാശും കൂട്ടരും അവിടേക്ക് വന്നു. ഞങ്ങൾ ആ ബോഡി ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അതിലും അടയാളമുണ്ട്. ബോഡി റിലേറ്റീവ്സിന് വിട്ടുകൊടുത്തു. ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ട് എന്ത് കാര്യം? അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. ഇപ്പോഴാണ് ആ സ്ത്രീ ഗർഭിണിയായത്. അതിപ്പോൾ ഇങ്ങനെയും. അവരുടെ ഭർത്താവ് ഹോസ്പിറ്റലിൽ നിന്ന് പൊട്ടി കരയുകയായിരുന്നു. കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. പ്രകാശ് ഇത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കേട്ടു നിന്നവരുടെയൊക്കെ ഉള്ളൊന്ന് പിടഞ്ഞു. അല്ല, ഇതാരാ? അക്ഷി തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. അത് മിസ്റ്റർ വിൻസൻ, DSA കമ്പനിയുടെ മാനേജറാണ്. ഡേവിഡ് പൗലോസിൻ്റെ ഒരേയൊരു മകൻ. നീതു ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി അവർക്ക് വിവരിച്ചു കൊടുത്തു. പറയേ, എന്താണ് ശരിക്കും സംഭവിച്ചത്? റോഷൻ അവൻ്റെ അടുത്തേക്ക് പോയി. അടികൊണ്ട് തളർന്നിരുന്നതിനാൽ അവന് കാര്യങ്ങളെല്ലാം പറയാൻ തയ്യാറായിരുന്നു. ഞാൻ മിനിയാന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് എന്തോ കിടക്കുന്നത് കണ്ട് ഇറങ്ങി നോക്കിയതാണ്. അപ്പോഴാണ് അതൊരു പെണ്ണാണെന്ന് മനസ്സിലായത്. അവൾ അപ്പോൾ തന്നെ മരണത്തോടടുത്തിരുന്നു. ഞാനൊരൽപ്പം മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ എനിക്കൊരു മോഹം തോന്നി. അപ്പോൾ അവനിത് പറഞ്ഞതും നീതു ചെന്ന് അവൻ്റെ കരണത്ത് തിരിച്ചു മറിച്ചു മടിച്ചു. ജീവന് വേണ്ടി പിടയുന്നൊരു ശരീരത്തിലും കാമം തോന്നിയ നീ ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവനാണ്. നീതു ദേഷ്യത്തോടെ ഉച്ചത്തിൽ പറഞ്ഞു. റോഷൻ അവളെ പിടിച്ചു മാറ്റി. എന്നിട്ട് ബാക്കി പറയേ. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവൾ മരിച്ചിരുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ നിന്നപ്പോഴാണ് പപ്പ അവിടേക്ക് വന്നത്. എന്നെക്കുറിച്ച് വഴക്ക് പറഞ്ഞ് പപ്പ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അവൻ പറഞ്ഞു നിർത്തി. അപ്പോഴാണ് റോഷൻ അവൻ്റെ ഹൃദയഭാഗത്തെ അടയാളം ശ്രദ്ധിച്ചത്. റോഷൻ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അത് സൂക്ഷിച്ചു നോക്കി. ആ ഡോക്ടർമാരുടെ ശരീരത്തിൽ കണ്ട അതേ അടയാളം. ഇതെങ്ങനെയാ നിന്റെ ശരീരത്തിൽ വന്നത്? ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പുരുഷന്മാരുടെയും ശരീരത്തിൽ ഉണ്ടാവുന്നതാണ്. എങ്ങനെ? ജനിക്കുമ്പോഴേ ഉണ്ടാകുമോ? മര്യാദക്ക് കാര്യം പറയടാ. അല്ല, ഞങ്ങൾക്ക് പ്രായപൂർത്തിയായ ശേഷം മുളകിയാർ മഠത്തിൽ കൊണ്ടുപോയി ചെയ്യുന്നതാണ്. അവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പുറത്തു നിന്നും ഒരു ശബ്ദം കേട്ടത്. മേ ഐ ഗെറ്റ് ഇൻ? കോട്ടും സൂട്ടുമെല്ലാം ധരിച്ച ഒരാൾ വാതിലിനരികിൽ നിൽക്കുന്നു. പപ്പ, അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. നിങ്ങൾ ആരാ അതിനുള്ളിലേക്ക് കടത്തിവിട്ടത്? അവിടെ ഞാൻ ആരെയും കണ്ടില്ല എന്നെ തടയാൻ, അയാൾ ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു. ആഷിഖ്, ഗാർഡ്സ് എവിടെയെന്ന് പോയി നോക്ക്. അവൻ പുറത്തേക്ക് പോയി നോക്കി വന്നു. സാർ, അവരെല്ലാവരും അവിടെ ചോരൽ കുതിർന്ന് കിടക്കുകയാണ്. യു ബ്ലഡി! അഖിൽ അയാൾക്ക് നേരെ ചെന്നു. അപ്പോഴാണ് റോഷന്റെ ഫോണിലേക്ക് SP വിളിച്ചത്. റോഷൻ, ആ പയ്യനെ എത്രയും പെട്ടെന്ന് അയാളുടെ കൂടെ പറഞ്ഞേക്കൂ. സർ, പക്ഷേ നോ, തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്കൂ. ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞ് സംസാരിക്കാം. റോഷൻ മറുപടി ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു. റോഷന് ദേഷ്യവും നിരാശയും ഒരുമിച്ച് വന്നു. എൻ്റെ മകനൊരു അബദ്ധം പറ്റി. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, അയാൾ ഗൂഢമായ ചിരിയിൽ പറഞ്ഞു. എന്തൊക്കെ അബദ്ധങ്ങളാണ് പറ്റിയിട്ടുള്ളതെന്ന് ഞങ്ങൾ തെളിയിച്ചോളാം. ഇയാളിപ്പോൾ ചെന്നാട്ടെ. നീത് റോഷന് മുന്നിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു. സ്മാർട്ട് ഗേൾ, ഐ ലൈക്ക് യു. അയാൾ അവിടെ കവിളത്തോടെ നിന്നതും റോഷന കൈ തട്ടിമാറ്റി. അയാൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. നിന്നോടാരും ഇതിൻ്റെ ഇടയിൽ കയറാൻ പറഞ്ഞത്? എനിക്ക് മനസ്സുണ്ടായിട്ട്. ഇതാണ് പറയുന്നത്, ഇക്കാലത്തൊന്നും ഒരുത്തനും ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ലെന്ന്. അയാൾ പറയുന്നത് കേട്ട് വാപ്പൊളിച്ച് നിന്നപ്പോൾ ഇടപെട്ടതാ ഞാൻ. യു ആർ റൈറ്റ് നിവേദ്യ, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, അത് തന്നെ. അവൾ റോഷനെ നോക്കിയൊന്ന് കളിയാക്കി ചിരിച്ചു. അവനാണെങ്കിൽ പ്രകാശിനെ ദഹിപ്പിക്കാൻ പോകുന്ന പോലത്തെ നോട്ടമാണ് നോക്കുന്നത്. അവൻ ചിലത് മനസ്സിലുറപ്പിച്ച് പ്രകാശിൻ്റെ അടുത്തേക്ക് നടന്നു. പ്രകാശ്, പ്ലീസ് കം വിത്ത് മീ. എന്താണ് റോഷൻ, കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനാണോ? പ്രകാശ് സംശയത്തോടെ ചോദിച്ചു. അല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. റോഷൻ പ്രകാശിനെ വിളിച്ച് പുറത്തേക്ക് പോയി. പ്രകാശ്, നിനക്ക് നിവേദിയോട് എന്തെങ്കിലും ഉണ്ടോ? യെസ്. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അന്നാദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കയറി കൂടിയതാണ് അവൾ. എന്നാൽ ആ ഇഷ്ടം വേണ്ട, അത് പറയാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. റോഷൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. വാട്ട്? എനിക്ക് മനസ്സിലായില്ല. അവൾ എൻ്റെ പെണ്ണ. അവളെ മറ്റാരും ഇഷ്ടപ്പെടണ്ട, അത് തന്നെ. നിന്റെ പെണ്ണോ? അങ്ങനെ പലർക്കും അവളോട് ഇഷ്ടമുണ്ടായിരിക്കും. അവൾക്കത് ഇങ്ങോട്ട് ഉണ്ടാവണമെന്നില്ലല്ലോ. ഞാൻ എന്തായാലും വീട്ടിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഈ കേസ് എന്തെങ്കിലും ഒന്നും ആയിട്ട് അവളോട് പറയാമെന്ന് വിചാരിച്ചിരുന്നതാ. വാട്ട് നോൺസെൻസ്! റോഷൻ ദേഷ്യത്തോടെ അവൻ്റെ കോളറിൽ കയറി പിടിച്ചു. ശബ്ദം കേട്ട് നീതുവും അക്ഷയും ആസിഫും അഖിലും പുറത്തേക്ക് വന്നു. അവർ റോഷനെ പിടിച്ചു മാറ്റി. ഇവളെ ഞാൻ ഇഷ്ടപ്പെടരുതെന്ന് പറയാൻ നീ ആരാടെ ഇവളുടെ? റോഷൻ നീതുവിനെ പിടിച്ച് അവൻ്റെ മുഖത്തോട് ചേർത്ത് നിർത്തി. അവളുടെ അധരങ്ങളിൽ നേർത്ത ചുംബനം നൽകി. ഇപ്പോൾ മനസ്സിലായോ ഞാൻ ഇവളുടെ ആരാണെന്ന്? നീതു പ്രതികരിക്കാതിരിക്കുന്നത് കൂടി കണ്ടപ്പോൾ പ്രകാശിനേറെ നിരാശ തോന്നി. അപ്പോൾ ഒന്നും സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ അവിടെ നിന്നും പോയി. നീതു ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് അവൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും ആ സമയം അങ്ങനെ സംഭവിച്ചത് അവൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല.
പ്രകാശ് പോയ ശേഷമാണ് റോഷന് താൻ എന്താണ് ചെയ്തതെന്ന ബോധമുണ്ടായത്. ഹോ ഡാമിറ്റ്, അവൻ തലയിൽ കൈവച്ചു. നീതു, ഐ എം സോറി. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ മറ്റൊന്നും ഓർത്തില്ല. അവൾ ഒന്നും വേണ്ടാതെ അവിടെ നിന്നും പോയി. പിന്നാലെ അക്ഷയും. എന്നാൽ എൻ്റെ രമണ, നീ... എടാ, ഞാൻ അറിയാതെ... അവന് വല്ലാത്ത കുറ്റബോധം തോന്നി. നീ ഇങ്ങനെ ടെൻഷനാവല്ലേ, മറ്റാരുമല്ലല്ലോ, നീ താലി കെട്ടിയ നിന്റെ പെണ്ണല്ലേ. അവളുടെ സമ്മതമില്ലാതെ അവളുടെ ശരീരത്തിൽ സ്പർശിച്ചത് തെറ്റ് തന്നെയാ. ഞാൻ ഇനി എന്താ അവളോട് പറയുക? ഇതായിരുന്നല്ലേ നിന്റെ മനസ്സിലിരിപ്പ്. എന്താടാ മോനെ, നിനക്ക് ഡിവോഴ്സ് വേണ്ടേ? ആസിഫ് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അവളോടൊപ്പമുള്ള ഓരോ നിമിഷവും ആ കണ്ണുകൾ എന്നെ അവളിലേക്ക് അടുപ്പിക്കുകയായിരുന്നടാ. ഇനി അവൾ കൂടെ ഇല്ലാത്തൊരു നിമിഷം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. നീ ഇതൊന്നും എന്താ അവളോട് പറയാതിരുന്നത്? അവൾ ആദ്യം എന്നോട് പറയട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ടിപ്പോൾ എന്തായി? ഇതിനേക്കാൾ നല്ലത് അവൾ ആദ്യം അവളോട് പറയുന്നതായിരുന്നില്ലേ? നീതു നേരെ പോയത് പ്രകാശിൻ്റെ അടുത്തേക്കായിരുന്നു. പ്രകാശ് ഞാൻ എല്ലാം പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. അവൻ ആരാ നിന്റെ? ഇതെൻ്റെ കഴുത്തിൽ കെട്ടിയ ആളാണ്. നീതു അവളുടെ കഴുത്തിലെ താലിയെടുത്ത് പുറത്തേക്കിട്ടു. പിന്നെ എന്തിനാ എന്നെ ഈ വിഡ്വേഷം കെട്ടിച്ചത്? ഇതാദ്യമേ പറയായിരുന്നില്ലേ? എങ്കിൽ നിന്നെ ഞാൻ ഈ നെഞ്ചിൽ കയറ്റി വെക്കില്ലായിരുന്നല്ലോ. നീയുമൊത്ത് എന്തൊക്കെ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയതാണ് ഞാനെന്നറിയോ? പ്രകാശ് വികാരനിർഭരനായിക്കൊണ്ട് പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു എനിക്ക്. പിന്നെ നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുമില്ല. ഇനി എൻ്റെ കൺമുന്നിൽ വരരുത്. നിന്നെ ഞാൻ മറക്കാൻ ശ്രമിക്കാം, അത്രമാത്രം. ഇല്ലെങ്കിൽ നിന്റെ ഓർമ്മകളിൽ ഞാൻ ജീവിക്കും. അത്രയ്ക്ക് മോശം പോയിട്ടുണ്ട്. പ്രകാശ് അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. നീതുവിന് ഇത് കേട്ട് വളരെയധികം സങ്കടം വന്നു. താൻ കാരണം ഒരാളുടെ ജീവിതമില്ലാതായി പോകുമോ എന്ന് തോന്നി അവൾക്ക്. നീ വിഷമിക്കാതെ, നിന്നോട് ചോദിക്കാതെയല്ലേ അവൻ നിന്നെ സ്നേഹിച്ചത്. ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് അവൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇതിൽ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അക്ഷയ് അവളെ ആശ്വസിപ്പിച്ചു. ആദ്യമേ ഭാര്യയും ഭർത്താവുമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. അവർ 3 പേരും അവിടേക്ക് വന്നു. നീതു റോഷനെ കണ്ടതും തിരിഞ്ഞു നിന്നു. അവനെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല. നീതു പ്ലീസ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, നീ ക്ഷമിക്ക്. നീതു, ഇത് കുറച്ച് കൂടുതലാ. എൻ്റെ ചെക്കൻ ഇതുവരെ ആരുടെ മുമ്പിൽ ഇത്രയും താഴ്മയിലൊന്നും സംസാരിച്ചിട്ടില്ല. നീതു ആസിഫിനെ ഒന്ന് രൂക്ഷമായി നോക്കി. എൻ്റെ ഉമ്മോ, ഈ സാധനം കടിക്കോ? ആസിഫ് ആത്മകഥകം പറഞ്ഞു. ഇനി നീ ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടല്ലാതെ നിന്റെ ശരീരത്തിൽ ഞാൻ തൊടില്ല. വരങ്ങൾ തറവാട്ടിലെ റോഷൻ പറയുന്ന വാക്കാണിത്. ഡയലോഗിനൊരു കുറവില്ല. ഈ ഒരൊറ്റ തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീതു ഒരു പുച്ഛഭാവത്തിൽ പറഞ്ഞു. ഇത്രയൊക്കെ ജാട വേണോ? ജാടക്ക് കയ്യും കാലം മുളച്ച നിവേദയെന്ന് പേരിടാം. അവൻ പെറുപെറുത്തു. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ലേ. അവൻ അതും പറഞ്ഞ് പ്രകാശിൻ്റെ അടുത്തേക്ക് പോയി. സോറി പ്രകാശ്, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയി. ഏതായാലും ഇതൊന്നും നമ്മുടെ അന്വേഷണത്തെ ബാധിക്കരുത്. എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. യെസ്, ഐ വിൽ ട്രൈ. എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ. സങ്കടം കാരണം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എല്ലാവരും വീട്ടിലേക്ക് പുറപ്പെട്ടു. റോഷൻ ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാൻ വേണ്ടി പോയി. നീതു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവൻ കവർന്നെടുത്ത അവളുടെ ചുണ്ടുകളെ പതിയെ തലോടി. അവളുടെ ചുണ്ടിൽ ചിരി വിടർന്നു. ആരോ ഡോറിൽ മുട്ടുന്നത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. റോഷനാണ് അവൻ്റെ സ്ഥിര നൃത്തം. പാവ എൻ്റെ ചുണ്ട്, വേദനിച്ചിട്ട് വയ്യ എനിക്ക്. നീതു തൻ്റെ ചമ്മൽ മറക്കാൻ വേണ്ടി പറഞ്ഞു. ആഹാ, അത് ഞാൻ കണ്ട്. അവൻ അതും പറഞ്ഞ് പുതപ്പും തലയിടും എടുത്ത് സോഫയിലേക്ക് പോയി. ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം മിഴികൾ ചിമ്മി നിദ്രയിലാണ്ടു. രാവിലെ ഫോറൻസിക് ഓഫീസിൽ. ഇവിടെ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ 2 സാധ്യതകളാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്ന് ഡോക്ടർ സിറിയക്കിൻ്റെ വീടും പിന്നെ വിൻസനും അവൻ്റെ അച്ഛൻ ഡേവിഡും. യെസ്, ആ ബോഡി എങ്ങനെയാണ് അവരുടെ വീടിൻ്റെ മുമ്പിൽ എത്തിയതെന്ന് അന്വേഷിക്കണം. അവൻ നീതുവിനെ നോക്കാതെയും അവളോട് സംസാരിക്കാതെയും അവളോട് പരമാവധി അകലം പാലിച്ചിരുന്നു. നമുക്ക് 2 ടീമായി 2 സ്ഥലത്തേക്കും പോവാം. സമയം വളരെ കുറവാണല്ലോ. അത് ശരിയാ. ഞാനും നീതുവും ആഷിക്കും രവിയും സിറിയക്കിൻ്റെ വീട്ടിലേക്ക് പോവാം. നിങ്ങൾ ഡേവിഡിൻ്റെ വീട്ടിലേക്കും പോയി നോക്കൂ. ഓക്കെ, അപകടം പിടിച്ച പണിയാണ്, സൂക്ഷിക്കണം. യെസ്, നിങ്ങളും ആ ഡേവിഡിൻ്റെ വീട്ടിൽ ഒരുപാട് ഗാർഡ്സൊക്കെ ഉണ്ടാവും. അവിടെ കയറി പരിശോധിക്കുക എന്നത് എളുപ്പമല്ല. പിന്നെ നിങ്ങളിൽ ഒരാളുടെയും ഞങ്ങളിൽ ഒരാളുടെയും ഫോൺ എപ്പോഴും കണക്റ്റ് ആയിരിക്കണം. എന്നാൽ 2 സ്ഥലത്തും എന്ത് നടക്കുന്നതെന്ന് അറിയാമല്ലോ. അങ്ങനെ റോഷൻ്റെയും മകളിൻ്റെയും ഫോൺ കണക്റ്റാക്കി അവർ 2 വഴിയിലേക്ക് തിരിഞ്ഞു. ഡേവിഡിൻ്റെ വീട്ടിൽ അവൻ പുറത്തു നിന്നും ഉള്ളിലേക്ക് നോക്കി. ഗേറ്റൊക്കെ ക്ലോസ് ആണ്. എങ്കിലും ആ പടുകൂറ്റൻ വീട് ഗേറ്റിന് മുകളിലൂടെ കാണുന്നുണ്ട്. തുടരും.